പ്രായപരിധിയെ തുടർന്ന് ഒഴിവായ പി.കെ. ശ്രീമതിയെ CPM സംസ്ഥാന കമ്മിറ്റിയിൽ പ്രത്യേക ക്ഷണിതാവാക്കിയേക്കും. പാർട്ടി കോൺഗ്രസിന് ശേഷമാകും തീരുമാനം. മഹിളാ അസോസിയേഷൻ അഖിലേന്ത്യാ പ്രസിഡന്റ് കൂടിയാണ് പി.കെ. ശ്രീമതി. മനോജ് ചേരുന്നുണ്ട്. മനോജ്, വിശദാംശങ്ങൾ. അർജുൻ, 75 വയസ്സ് പ്രായപരിധിയെ തുടർന്നാണ് കൊല്ലം സമ്മേളനത്തിൽ പി.കെ. ശ്രീമതിയെ സംസ്ഥാന കമ്മിറ്റിയിൽ നിന്നും ഒഴിവാക്കിയത്. പ്രവർത്തന രംഗത്ത് സജീവമായ പി.കെ. ശ്രീമതിക്ക് ഇളവ് നൽകണമെന്ന ചർച്ച ആ ഘട്ടത്തിലും പാർട്ടിയിൽ വളരെ സജീവമായി തന്നെ നടന്നിരുന്നു. എന്നാൽ മുഖ്യമന്ത്രി എന്ന നിലക്ക് പിണറായി വിജയൻ ഒഴികെ മറ്റാർക്കും ഈ ഇളവ് നൽകേണ്ടതില്ല എന്ന് പാർട്ടി തീരുമാനിക്കുകയായിരുന്നു. അതിന് പ്രധാനപ്പെട്ട ഒരു കാരണമായി പാർട്ടി തന്നെ ചൂണ്ടിക്കാട്ടിയത് ഇതൊരു കീഴ്വഴക്കമായി മാറാൻ സാധ്യതയുണ്ട്. അങ്ങനെ വരുമ്പോൾ ഈ പ്രായപരിധി മാനദണ്ഡം പാലിക്കുക പ്രയാസമാകും എന്ന ചർച്ച വന്നപ്പോഴാണ് പി.കെ. ശ്രീമതിയെയും ഒഴിവാക്കാൻ തീരുമാനിച്ചത്. നിലവിൽ പാർട്ടി കേന്ദ്ര കമ്മിറ്റി അംഗമാണ് പി.കെ. ശ്രീമതി. തമിഴ്നാട്ടിൽ നടക്കുന്ന പാർട്ടി കോൺഗ്രസോടെ ഈ കേന്ദ്ര കമ്മിറ്റിയിൽ നിന്നും പി.കെ. ശ്രീമതി കേന്ദ്ര കമ്മിറ്റിയിൽ നിന്നും ഒഴിയും. ആ ഘട്ടത്തിൽ ഒഴിവാകുന്ന സഖാക്കൾ ഏത് ഘടകത്തിൽ പ്രവർത്തിക്കണം എന്നതിൽ കേന്ദ്ര കമ്മിറ്റി ഒരു തീരുമാനം ഉണ്ടാക്കും. പി.കെ. ശ്രീമതിയെ സംസ്ഥാന കമ്മിറ്റിയിൽ പ്രത്യേക ക്ഷണിതാവായി ഉൾപ്പെടുത്താനാകും തീരുമാനം എന്നാണ് നമുക്ക് ഇപ്പോൾ ലഭിക്കുന്ന വിവരം. CPM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ തന്നെ ഈ സൂചന ഇപ്പോൾ നൽകിയിരിക്കുകയാണ്. VS അച്യുതാനന്ദനെ സംസ്ഥാന കമ്മിറ്റിയിൽ പ്രത്യേക ക്ഷണിതാവാക്കാത്തത് സംബന്ധിച്ച് മാധ്യമങ്ങൾ വാർത്തകൾ നൽകിയിരുന്നു. ഇത് തള്ളുകയാണ് MV ഗോവിന്ദൻ. ദേശാഭിമാനിക്ക് നൽകിയ അഭിമുഖത്തിലാണ് MV ഗോവിന്ദൻ ചില സൂചനകൾ നൽകിയിട്ടുള്ളത്. VS അച്യുതാനന്ദനെ പ്രത്യേക ക്ഷണിതാവായി ഉറപ്പായും പാർട്ടി സംസ്ഥാന കമ്മിറ്റിയിൽ ഉൾപ്പെടുത്തും എന്ന് അദ്ദേഹം പറഞ്ഞിട്ടുണ്ട്. ഈ സംസ്ഥാന കമ്മിറ്റിയിൽ നിന്നും സെക്രട്ടേറിയറ്റിൽ നിന്നും ഒഴിഞ്ഞ കേന്ദ്ര കമ്മിറ്റി അംഗങ്ങളെ ആ കേന്ദ്ര കമ്മിറ്റിയുടെ അംഗീകാരത്തോടെ അതത് പാർട്ടി സെന്ററുകളിൽ പ്രവർത്തിപ്പിക്കാനാകും എന്നും MV ഗോവിന്ദൻ പറഞ്ഞിട്ടുണ്ട്. പതിറ്റാണ്ടുകളായി ഈ പാർട്ടി പ്രവർത്തനത്തിൽ സജീവമായ ആളുകളാണ് ഈ കേന്ദ്ര കമ്മിറ്റിയിലൊക്കെ ഉള്ളത്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടതാണ് പി.കെ. ശ്രീമതി. അതോടൊപ്പം തന്നെ AK ബാലൻ ഉൾപ്പെടെയുള്ള നേതാക്കൾ. ഈ രണ്ട് നേതാക്കളും പാർട്ടിയുടെ പ്രവർത്തനങ്ങളിൽ പൂർണ്ണമായും ചേർന്ന് പ്രവർത്തിക്കുന്ന സഖാക്കളാണ്. അതുകൊണ്ട് തന്നെ ഇരുവർക്കും ഒരു പരിഗണന എന്തായാലും കേന്ദ്ര കമ്മിറ്റി നൽകും എന്ന് തന്നെയാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. പി.കെ. ശ്രീമതിയും AK ബാലനും ഈ സംസ്ഥാന കമ്മിറ്റിയിൽ പ്രത്യേക ക്ഷണിതാവായി എത്തും എന്ന് ഏതാണ്ട് ഉറപ്പായിരിക്കുകയാണ്. അത്തരത്തിലുള്ള ഒരു സൂചന തന്നെയാണ് ഈ MV ഗോവിന്ദൻ നൽകിയിട്ടുള്ളത്. ഈ പ്രായത്തിലും പാർട്ടി ഏൽപ്പിച്ച എല്ലാ ഉത്തരവാദിത്വങ്ങളും കൃത്യമായി നിറവേറ്റാൻ പി.കെ. ശ്രീമതിക്ക് കഴിഞ്ഞിട്ടുണ്ട് എന്ന് പാർട്ടി തന്നെ വിലയിരുത്തിയിട്ടുണ്ട്. കേന്ദ്ര കമ്മിറ്റി അംഗങ്ങളുടെ ആ വിലയിരുത്തൽ പരിശോധിക്കുമ്പോൾ ആ രീതിയിൽ തന്നെയാണ് പാർട്ടിയുടെ ഒരു വിലയിരുത്തലും ഉണ്ടായത്. അതുകൊണ്ട് തന്നെ ഒരു ഇളവ് എന്തായാലും, ഒരു പരിഗണന എന്തായാലും പി.കെ. ശ്രീമതിക്ക് കിട്ടും എന്ന് പാർട്ടി കേന്ദ്രങ്ങളും ഇപ്പോൾ പറയുകയാണ്. അതോടൊപ്പം തന്നെയാണ് പാർട്ടിയുടെ ഏറ്റവും പ്രധാനപ്പെട്ട സംഘടനയായ ജനാധിപത്യ മഹിളാ അസോസിയേഷന്റെ അഖിലേന്ത്യാ പ്രസിഡന്റ് കൂടിയാണ് പി.കെ. ശ്രീമതി. ആ നിലയിലും പി.കെ. ശ്രീമതി ശ്രദ്ധേയമായ പ്രവർത്തനം നടത്തി വരുന്നുണ്ട്. അപ്പോൾ അതിന്റെയൊക്കെ ഒരു പ്രതിഫലനം എന്ന രീതിയിൽ കൂടിയാണ് ഇപ്പോൾ പാർട്ടി സംസ്ഥാന കമ്മിറ്റിയിൽ പി.കെ. ശ്രീമതിയെ ഉൾപ്പെടുത്തും എന്ന് പാർട്ടി വൃത്തങ്ങൾ തന്നെ സൂചിപ്പിക്കുന്നത്. എന്തായാലും പാർട്ടി കോൺഗ്രസോടുകൂടി ഇക്കാര്യത്തിൽ ഒരു തീരുമാനമുണ്ടാകും. അങ്ങനെ തന്നെയാണ് ഇന്ന് ദേശാഭിമാനിയിൽ നൽകിയ അഭിമുഖത്തിൽ MV ഗോവിന്ദനും പറഞ്ഞത്. പാർട്ടി കേന്ദ്ര കമ്മിറ്റിക്ക് ശേഷം മാത്രമേ ഈ പ്രത്യേക ക്ഷണിതാക്കളെ ആരൊക്കെയായി ഉൾപ്പെടുത്തണം എന്ന കാര്യത്തിൽ ഒരു തീരുമാനമുണ്ടാകൂ. ഇപ്പോൾ വീണ ജോർജിനെ മാത്രമാണ് പ്രത്യേക ക്ഷണിതാവായി സംസ്ഥാന സമ്മേളനം നിശ്ചയിച്ചിട്ടുള്ളത്. എന്തായാലും പി.കെ. ശ്രീമതിയും ആ ലിസ്റ്റിൽ ഉണ്ടാകും എന്ന് ഏതാണ്ട് ഉറപ്പായി കഴിഞ്ഞിരിക്കുകയാണ് അർജുൻ.